ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് മലയാളം സർവകലാശാല കിട്ടി, ഒരു വനിതാ എയ്ഡഡ് കോളേജ് കിട്ടി, 2 ഹൈസ്കൂളുകൾ കിട്ടി. ഈ മണ്ഡലത്തിലേക്ക് ഞാൻ അങ്കണവാടി ചോദിച്ചു സാർ 2 പക്ഷെ ഇവർ തന്നെ എന്താണെന്നറിയോ? ഇതൊന്നും തന്നില്ല. അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഫണ്ട് വേണ്ട MLA എന്നോട് താന്നു പോന്നാ പറഞ്ഞത്. പക്ഷെ ഇവർ തന്നു സാർ 2 ബാറ്. ഒന്ന് തിരൂര് ഇല്ലടോ, അതല്ലേ പറയണത്. തന്നില്ല, അങ്കണവാടി തന്നില്ല. ചോദിക്കാതെ ഏതോ മുതലാളി ചോദിച്ചപ്പോ ബാറ് കൊടുത്തു. 2ാമതൊരു ബാർ ഇപ്പൊ തിരുനാവായിൽ വരികയാണ്, ഗാന്ധി സ്മാരകത്തിന് മുമ്പിൽ. സർ, ഞാൻ ഈ സഭയിൽ വെച്ച് പറയാണ്, അതിനെതിരെ ഞങ്ങൾ സമരം നടത്തും. വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി ഞങ്ങൾ മദ്യം ഒഴിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷക്കാരോട് പറയുന്നു. നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെ ഗവൺമെന്റ് തന്ന ബാറ് പിന്നെ നിങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ്, ഇടതുപക്ഷം എതിർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എതിർക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ബലം. നിങ്ങൾ എതിർക്കണം. എതിർക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം നെല്ലുകുത്ത് ബില്ല് വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇത് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോ എന്ത് പറഞ്ഞു? ഇതേ വർത്തമാനം ആവർത്തിച്ചു. കമ്പ്യൂട്ടർ വന്നപ്പോ മറ്റെന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. എക്സ്പ്രസ് ഹൈവേ മുന്നീട് കൊണ്ടുവന്നപ്പോ അതിനെതിർത്തു. ഗെയിൽ വന്നപ്പോ നിങ്ങൾ എതിർത്തു. ഇന്നെല്ലാം നിങ്ങളുടേതാണ്. ഇന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്, ബില്ല് കൊണ്ടുവന്നത്, കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്, ഗെയിൽ കൊണ്ടുവന്നൊക്കെ നിങ്ങളാ. ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ പണ്ട് ട്യൂബ് ഉണ്ടായിരുന്നു. അതിന് കത്തിത്തെളിയാൻ കുറച്ച് സമയം എടുക്കും. 2 മിനിറ്റ് ഇങ്ങനെ മിന്നി 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 പിന്നാണ്ട് കത്തും. എന്ന മാതിരിയാ നിങ്ങൾ കാര്യം ബോധ്യമാകാൻ കുറച്ച് സമയം എടുക്കും, ഒരു 5 കൊല്ലെങ്കിലും. അതുകൊണ്ട് ഞങ്ങളിത് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി എപ്പോഴാണ് നയം മാറുക, നിങ്ങൾക്ക് ഇതെന്നാ ബോധ്യപ്പെടുക എന്നുള്ളത് നമ്മൾ കേരളം കണ്ട് നോക്കി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ.